സൂറത്ത് അൽ കഹ്ഫിലെ 18 നമ്പർ ആയത്തിൽ അള്ളാഹു നായയെക്കുറിച്ച് പറയുന്നുണ്ട്. വിശുദ്ധ ഖുർആനിലെ ചർച്ച ചെയ്യപ്പെട്ട മൃഗങ്ങൾ, പക്ഷികൾ, പ്രാണികൾ, ജന്തുക്കൾ, മരങ്ങൾ, ഇവകളെ കുറിച്ചൊക്കെ ഒരു പഠനം നടത്തിയാൽ അത്ഭുതകരമായ പാഠങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയും. സൂറത്ത് ഖലഫിലെ ഈ നായയെക്കുറിച്ച് ചർച്ച വന്ന കാരണത്താൽ അല്ലാഹു തആല ഖുർആനിൽ ഒരു മൃഗത്തെ പറഞ്ഞാൽ അതിൽ നിന്ന് ഒരുപാട് പഠിക്കാനുണ്ടാവും. ഒട്ടകത്തെ പറഞ്ഞിട്ടുണ്ട്, നായയെ പറഞ്ഞിട്ടുണ്ട്, ആനയെ പറഞ്ഞിട്ടുണ്ട്. പക്ഷികളിൽ മരക്കൊത്തിയെ പോലെ, അതുപോലെ തന്നെ വൃക്ഷങ്ങളിൽ ഈത്തപ്പഴം, അത്തി, ഇതെല്ലാം വളരെ ചിന്തിക്കേണ്ട വൃക്ഷങ്ങളും പക്ഷികളും ഒക്കെയാണ്. ഇവിടെ നായയെക്കുറിച്ച് പറഞ്ഞപ്പോ ചില മഹാന്മാർ ആ വിഷയം സവിസ്തരം പ്രതിപാദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സൂറത്തുൽ കഹ്ഫിന്റെ വിശദീകരണത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ ഈ നായയെക്കുറിച്ച് അതിൽ നിന്ന് നമുക്കെന്താണ് പഠിക്കാനുള്ളത് എന്ന് ചില കാര്യങ്ങൾ ഇന്നുണർത്തി 18 നമ്പർ ആയത്തിലേക്ക് നാളെ കിടക്കാം. കൽബുഹും ബാസത്തും ദിറാഇഹി ബിൽ വസീദ്. 309 കൊല്ലം ദീർഘമായ കാലം ഉറങ്ങിയ ആ 7 ആളുകൾക്ക് കാവലിരുന്ന ഈ നായ. മഹാനായ ഹസൻ ബസരി റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഞാൻ ഈ പറയുന്ന കാര്യം റൂഹുൽ ബയാൻ എന്ന ഗ്രന്ഥത്തിന്റെ 5-ാം വോള്യം 270-ാം പേജിൽ കാണാവുന്നതാണ്. നിങ്ങളോടല്ല, പുറത്ത് കേൾക്കുന്ന ആളുകൾക്ക്. വഫിൽ കൽബി അശ്റു ഖിസാലിൻ യംബഗി ലിൽ മുഅ്മിനി അൻ തകൂന ഫീ. നായയിൽ 10 കാര്യങ്ങൾ മുഅ്മിനീങ്ങൾ പഠിക്കേണ്ടതുണ്ട് എന്നാണ്. നായ തന്നെയാണ്, പക്ഷെ അതിൽ മുഅ്മിനീങ്ങൾ പഠിക്കേണ്ട 10 കാര്യങ്ങൾ നായയിലുണ്ട് എന്നാണ്. അപ്പൊ നായയെക്കുറിച്ചൊക്കെ ഒരുപാട് ആളുകൾ കളിയാക്കി പറയുന്നുണ്ട്. നായെ തൊട്ടാൽ കഴുകണം എന്നത് ഒരു നിയമമാണ്. അതിനർത്ഥം നായെ കണ്ടാൽ കൊല്ലണം എന്നൊന്നല്ല. കടിക്കണ നായ അല്ലെങ്കിൽ കല്ലെറിയാനും കൂടി പാടില്ല. കടിക്കണാവുമ്പോൾ മനുഷ്യനെ ഉപദ്രവിക്കുന്നതാണ്. മനുഷ്യനെ ഉപദ്രവിക്കുന്നത് മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടി കൈകാര്യം ചെയ്യും. അല്ലാത്ത നായകളൊക്കെ കണ്ടാൽ കണ്ടിടം വെച്ച് കൊല്ലണം എന്നൊന്നും ദീനില്ല. അടുത്തൊരു ഉസ്താദ് വന്നിട്ട് ചോദിച്ചു, എന്താണ് നായ എങ്ങനെ മാറ്റി നിർത്തണം? അത്യാവശ്യത്തിന് ഉപയോഗിക്കാം, ആവശ്യമില്ലാതെ ഉപയോഗിക്കരുത്, അത്രേ ഉള്ളൂ. നായ പോലെയുള്ള മൃഗങ്ങൾ അത് ക്ലീനിങ്ങിന് വേണ്ടി വെച്ചതാണ്. ഒരു കല്യാണം നടക്കുകയാണെങ്കിൽ വേസ്റ്റുകൾ തിന്ന് കാലിയാക്കുന്ന നായ്ക്കളാണ്. അവ ഏറ്റവും മോശപ്പെട്ട അഷണ്ടകളെ കഴിച്ച് വളരുന്ന മൃഗങ്ങളിൽ ഒന്നാണ് നായയും പന്നിയും. നമ്മളെ വീട്ടിലൊക്കെ ക്ലീനിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന സാധനങ്ങൾ കൊലായിൽ വെക്കാറില്ല, ബെഡ്റൂമിലും വെക്കാറില്ല. അത് അതിൻ്റെതായ സ്ഥലത്താണ് വെക്കുക. ഇത്തരം മൃഗങ്ങൾ അല്ലാഹു തആല സംവിധാനിച്ചത് ഒട്ടകത്തെ പോലെയല്ല, ക്ലീനിങ്ങിന് വേണ്ടിയാണ്. അപ്പൊ എല്ലാ നജസും എല്ലാ മോശപ്പെട്ടതൊക്കെ കഴിക്കുന്നതായതുകൊണ്ട് സാധനം വേണേനും വല്ലാതൊട്ട് അടുപ്പിക്കാനും പാടില്ല. എന്നാൽ നായയിൽ നിന്ന് നമുക്ക് ചേർത്തിപ്പടിക്കാനുള്ള പ്രധാനപ്പെട്ട 10 പാഠങ്ങളുണ്ട്. അൽ ഊല, ഒന്നാമത്തത് അയ്യക്കൂന ജാഇഅൻ. നായ എപ്പോഴും വിശന്നിട്ടായിരിക്കും. വയറ് ഫുള്ളാക്കി മതിയാക്കിയിട്ട് ഏമ്പക്ക് വിട്ടിട്ട് പോണ മൃഗമല്ല നായ. വദാലിക മൻദഅബി സ്വാലിഹീൻ. സ്വാലിഹീങ്ങളുടെ ചര്യയിൽ സ്വഭാവത്തിൽപ്പെട്ടാണെന്നാണ്. നായ എങ്ങനെയാണ്? നോക്കിയാലും കുറച്ചൊരു വിശപ്പുണ്ടാവും. നമ്മൾ ഭക്ഷണം കഴിക്കുന്നിടത്ത് ഈ ഒരു തിയറി സ്വീകരിക്കാത്തതുകൊണ്ടാണ് ഇന്ന് രോഗങ്ങൾ പെരുക്കാൻ കാരണം. എന്ത് കഴിക്കുകയാണെങ്കിലും എണീക്കുന്ന സമയത്ത് ഇത്തിരി കൂടി വിശപ്പ് വയറ്റിൽ ബാക്കിയുണ്ടെങ്കിൽ അറ്റാക്ക് വരില്ല, മറ്റുള്ള ഒരുപാട് രോഗങ്ങൾ വരാതിരിക്കും. ഇന്ന് പിന്നെ വരാൻ കാരണം കുറച്ച് കഴിച്ചാലും ചിലപ്പം വരും. അതിന് കാരണം ഇന്നത്തെ കൂടുതൽ കെമിക്കലാണത്. എണ്ണ അടക്കം മറ്റുള്ള നമ്മൾ കഴിക്കുന്ന തീന്മേശയിലുള്ള പലതും ഇന്ന് കെമിക്കലാണ്. അതിന്റെ ഫ്രഷായ ഒറിജിനൽ സാധനം കിട്ടാൻ വളരെ പാടാണ്. നിൽക്കാണെന്ന് പലതിലും രോഗങ്ങൾ, ക്യാൻസർ അടക്കം വരാൻ കാരണം. എന്നാൽ അതോടുകൂടി ഇത് വേറെ നർക്കം കൂടി ചെയ്യണമെങ്കിലോ
വലിയ അപകടം ചെയ്യും. നായയിൽ നിന്ന് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു സ്വഭാവം എപ്പോഴും ഇത്തിരി വിശപ്പ് വയറ്റിൽ ബാക്കിയാക്കുക എന്നുള്ളതാണ് ഒന്ന്. രണ്ടാമത്തത്, നായക്ക് ലാ യകൂന ലഹു മക്കാനും മഅറൂഫും, ഒരു പ്രത്യേകമായ സ്ഥലം എന്നൊരു കണക്കൊന്നുമില്ല. നായ എവിടെ സ്ഥലം കിട്ടിയാൽ അവിടെ കിടക്കും. എവിടെയാണ് കിടക്കാൻ സ്ഥലം കിട്ടിയത് അവിടെ കിടക്കും. അല്ലാതെ എനിക്ക് ഇന്ന ആചാര്യഭാരന്റെ ബാക്കിൽ തന്നെ സ്ഥലം കിട്ടാൻ പാടുള്ളൂ, അത് ഇന്റെ സ്ഥലമാണ്, അവിടെ വേറെ ആരെയും കിടന്നാൽ ഞാൻ അവനെ ചോദ്യം ചെയ്യും എന്ന് നിൽക്കുന്നല്ല. ഒരു സ്ഥലത്ത് നാട്ടിയാൽ മറ്റോടത്ത് പോകും, ഇവിടെ നാട്ടിയാണ്ട് പോകും, പിന്നെ എവിടെ ക്യാപ്പൊട്ടി അവിടെയാണ് കിടന്നുറങ്ങും. ഇത് മുത്തവക്കിലിങ്ങളുടെ സ്വഭാവമാണ്. അത് നായിൽ നിന്ന് പഠിക്കാനുള്ള, നമുക്കൊരു വീടുണ്ടാവും, വീട് തന്നെ നമുക്ക് ഇന്ന സ്ഥലത്തേക്ക് എടുക്കാവുന്നുള്ളൊരു വാശിയൊന്നും ഉണ്ടായിരുന്നു. സൗകര്യം അനുസരിച്ചുകൊണ്ട് ആണ്ടുകൊണ്ടും മാറിക്കെടുക്കാനൊക്കെ കഴിയണം. നായിൽ നിന്ന് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട രണ്ടാമത്തെ സ്വഭാവമാണ്. മൂന്നാമത്തെ സ്വഭാവം, നായ രാത്രിയിൽ വളരെ കുറച്ചേ ഉറങ്ങുള്ളൂ. ഇത് വദാലിക മിൻ അലാമാത്തിൽ മുഹിബ്ബീൻ, അള്ളാഹനെ വളരെ ഇഷ്ടപ്പെട്ട ആളുകളുടെ സ്വഭാവത്തിൽപ്പെട്ടതാണ്. രാത്രിയിൽ ദീർഘമായി ഗാഠമായി മണിക്കൂറുകളോളം ഉറങ്ങുക എന്നുള്ളത് അല്ല ശരി. സുബീക്കുമ്പ് എണീറ്റുകൊണ്ട് റബ്ബിന്റെ മുമ്പിൽ 2 റക്അത്ത് നിസ്കരിക്കാനുള്ള ഒരു ഭാഗ്യെങ്കിലും ഉണ്ടാവണം. നായ നിസ്കരിക്കാൻ വേണ്ടി അല്ലെങ്കിലും രാത്രി കുറെ സമയം കഴിഞ്ഞിട്ടാ കിടക്കുക. കൂടുതൽ വൈകാതെ തന്നെ എണീക്കും ചെയ്യും. കൂടി വന്ന 3, 3.5, 4 മണിക്കൂറൊക്കെ രാത്രിയിൽ നായ ഉറങ്ങുള്ളൂ. ഇത് അള്ളാഹനെ സ്നേഹിക്കുന്ന ആളുകളുടെ സ്വഭാവത്തിൽപ്പെട്ടാണ്. നായിൽ നിന്ന് പഠിക്കാനുള്ളത് ഉറക്കം കുറക്കുക എന്നുള്ളതാണ്. 4ാമത്തെ കാര്യമാണ്. 5ാമത്തെ കാര്യം എന്താന്ന് വെച്ചാൽ, നായ ലാ യത്റുകു സാഹിബഹു വഇൻ ളറബഹു വജഫാ, നായന്റെ യജമാനൻ അതിനെ അടിച്ചാലും ആട്ടിയാലും വരട്ടിയാലും യജമാനനെ ഉപേക്ഷിച്ചുകൊണ്ട് പോകില്ല. അത് നന്ദിയാണ്. നായനെ ഭക്ഷണം കൊടുത്ത് കൂട്ടിലിട്ട് പോറ്റുന്ന ആള് നായനെ അടിച്ചു എന്ന് കരുതുക. മക്കള് എളുപ്പം പോവും. പാനോട് വണങ്ങിയിട്ട് ബാംഗ്ലൂർ പോവും, ബാപ്പാനോട് വണങ്ങിയിട്ട് മുങ്ങിയിട്ട് മദ്രാസ് പോവും. പക്ഷേ നായ പിണങ്ങി മുങ്ങി പോവെന്നുള്ളത് ഉണ്ടാവില്ല. ആരെങ്കിലൊക്കെ ചതിച്ചു കൊണ്ടുപോവുക എന്നല്ലാതെ പിണങ്ങി പോവെന്നുള്ളത് ഉണ്ടാവില്ല. നായനെ അടിച്ചാലും പിണങ്ങിയാലും വരട്ടിയാലും ഇനിയൊരു നേരം ഭക്ഷണം കൊടുക്കാതെ പഠിപ്പിച്ചാലൊന്നും നായ യജമാനനെ പിണങ്ങി പോകൂല. ഇത് അള്ളാഹുമായിട്ട് വളരെ അടുത്ത മഹാന്മാരുടെ സ്വഭാവത്തിൽപ്പെട്ടതാണ്. ഈ ഒരു ബന്ധം മുഅ്മിനായ മനുഷ്യന് അള്ളാഹുവിനോടുണ്ടാവണം. അള്ളാഹു എത്രമേൽ പരീക്ഷിച്ചാലും അള്ളാഹുമായിട്ട് ഉള്ളിൽ ഉടക്കേണ്ട ഒരവസ്ഥ ഉണ്ടാവരുത്. ഈ പരീക്ഷണങ്ങളൊക്കെ അള്ളാഹു എന്റെ നല്ല കാര്യത്തിന് എനിക്ക് ചെയ്തതാണ്, ജീവിതം ഇതല്ലല്ലോ എന്നൊരു തിരിച്ചറിവിൽ പരീക്ഷണങ്ങൾക്കിടയിൽ സുജൂദ് ചെയ്യാൻ, പരീക്ഷണങ്ങൾക്കിടയിൽ റുക്കൂ ചെയ്യാൻ, പരീക്ഷണങ്ങൾക്കിടയിൽ ദിക്ർ, പരീക്ഷണങ്ങൾക്കിടയിൽ ഫിക്ർ, പരീക്ഷണങ്ങൾക്കിടയിൽ തസ്ബീഹ്, പരീക്ഷണങ്ങൾക്കിടയിൽ തഹ്ലീല്, പരീക്ഷണങ്ങൾക്കിടയിൽ അൽഹംദുലില്ലാ, ഇത് ആഖിറത്തിൽ വലിയ സ്ഥാനം കിട്ടാനുള്ള ഉജ്ജ്വലമായ ഉത്കൃഷ്ടമായ വൈശിഷ്ടമായ സ്വഭാവമാണ്. ഇത് നായയിൽ നിന്ന് വിശ്വാസി ചേർത്തെടുക്കേണ്ട പ്രധാനപ്പെട്ട പാഠങ്ങളാണ്. അങ്ങ് നായ എന്നുള്ളൊരു മൃഗത്തെ ഖുർആനിൽ പറഞ്ഞാൽ അതിൽ നിന്ന് പലതും പഠിക്കാണ്ടെന്ന് ഞാൻ പറയുന്നത്. മൈത്ര എന്നുള്ളൊരു യുക്തിവാദി ഉണ്ട്. മൈത്രയാണ്, കുറച്ച് കൊമ്പമീശുള്ള പുള്ളിയാണ്. അയാള് പടുത്ത് ഒരു ദൈവത്തെ അയാൾ വിശ്വസിക്കാൻ ഇരിക്കാനുള്ള കാരണം പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു, ഞാനൊരു ദൈവനിഷേധിയാവാനുള്ള കാരണങ്ങളിൽ ഒന്ന് ഈ കൊതുകിനെ കുറിച്ച് ചിന്തിച്ചപ്പോ ദൈവം എന്തിനാണ് കൊതുകിനെ പടച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാനായിരുന്നെങ്കിൽ പടക്കുമായിരുന്നില്ല. അപ്പൊ കൊതുകുള്ളതുകൊണ്ട് ദൈവമില്ല എന്നുള്ള കണ്ടുപിടുത്താണ്. ഞാൻ ഇയാളെ ഇതിങ്ങനെ കേട്ടപ്പോ ചിന്തിച്ചു പിടിച്ചോന്ന്, ഇത് അള്ളാഹ് നേരത്തെ പറഞ്ഞിങ്ങനെ ഇങ്ങനെ പറയുന്ന ആൾക്കാരുണ്ടാവും. അള്ളാഹ് നേരത്തെ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അല്ല, ഇങ്ങനെ പറയുന്ന ആളുകൾ ഉണ്ടാവുന്ന അള്ളാഹു തആല നേരത്തെ ഖുർആനിൽ പറഞ്ഞിങ്ങനെ. ഖുർആന്റെ അല്പം നോക്കി നിങ്ങൾ സൂറത്തുൽ ബഖറ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الله لا يستحي أن يضرب مثلا ما بعوضة فما فوقها فأما الذين آمنوا فيعلمون أنه الحق من ربهم وأما الذين كفروا فيقولون ماذا أراد
أراد الله بهذا مثلا يضل به كثيرا ويهدي به كثيرا وما يضل به إلا الفاسقين. സൂറത്തുൽ ബഖറ. കൊതുകിനൊക്കെ പറഞ്ഞിട്ട് അള്ളാനെ കളിയാക്കണ കുറെ ആൾക്കാർ രംഗത്ത് വരാണ്ട്. എനിക്ക് കൊതുകല്ല, അതിന്റെ ചെറിയ താഴുള്ള സാധനത്തിനെയും സൃഷ്ടിക്കാനും പറയാനും ഉദാഹരിക്കാനും ഒരു ലജ്ജയില്ല, പറയണവരോടെ പറഞ്ഞോട്ടെ എന്നല്ല. ഇങ്ങനെ ആ പറയുന്ന ആളുകൾ ഉണ്ടാവുന്ന ഖുർആനിലുള്ള നേരത്തെ പറഞ്ഞു. ഇതൊക്കെ അള്ളാന്റെ സൃഷ്ടികളാണ്. ഇനി കൊതുകിനെ കുറിച്ചാണെങ്കിലും കൊതുകിൽ നിന്ന് കുറെ പഠിക്കാണ്ട്, ഈച്ചയെ കുറിച്ചാണെങ്കിലും ഈച്ചയിൽ നിന്ന് കുറെ പഠിക്കാണ്ട്, മരക്കൊത്തിയെ കുറിച്ച് ഖുർആൻ പറയണ്ട, അതിനൊരുപാട് പഠിക്കാണ്ട്, തെമീങ്കലത്തെ കുറിച്ച് പറയും, ഒരുപാട് പഠിക്കാണ്ട്, അത്തിപ്പഴം വത്തീൻ അതിനൊരുപാട് പഠിക്കാണ്ട്, എലന്തപ്പഴത്തെ കുറിച്ച് പറയുന്നുണ്ട്. എലന്തപ്പഴം സ്വർഗത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്ന സ്ഥലത്ത് സൂറത്തുൽ വാക്കയില് എലന്തപ്പഴത്തെ കുറിച്ച് പറയുന്നുണ്ട്, വാഴപ്പഴത്തെ കുറിച്ച് പറയുന്നുണ്ട്, ഈത്തപ്പഴത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഇതൊക്കെ ഒരുപാട് പഠിക്കാനുള്ള എനിക്കൊരാഗ്രഹമുണ്ട്. ഖുർആനിൽ ചർച്ച ചെയ്യപ്പെട്ട മൃഗങ്ങൾ, വൃക്ഷങ്ങൾ, പഴങ്ങൾ, സസ്യങ്ങൾ, ജന്തുക്കൾ, ഇവകളെ കുറിച്ചൊക്കെ ആഴത്തിൽ ചിന്തിക്കാൻ പഠനബോധത്തിലിരിക്കുന്ന ഒരു വിഭാഗത്തിന് മുമ്പിൽ വലിയൊരു ചർച്ച നടത്താൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ആ കൂട്ടത്തിൽ ഒന്നാണ് നായ. നായയെക്കുറിച്ച് ഖുർആനിൽ എന്തുകൊണ്ട് പറഞ്ഞു എന്നതിനെ കുറിച്ചുള്ള വിശദം മാത്രം ഞാൻ പറയുകയാണെങ്കിൽ ഒരുപാട് മണിക്കൂറുകൾ പറയാൻ കഴിയും. അതിന്റെ ഒരു 5 കാര്യം മാത്രമേ 10 ഇന്ന് ഞാൻ സമയം ഒരുപാട് എടുക്കണ്ടെന്ന് കരുതിയിട്ട് പറഞ്ഞത്. ഈ 5 കാര്യവും വിശ്വാസിയോട് വളരെ ചേർത്ത് വെക്കേണ്ട കാര്യങ്ങളാണ്. അതിൽ പ്രധാനപ്പെട്ട 3-4 എന്ന് പറഞ്ഞാൽ, നായക്ക് പ്രത്യേക ഒരു സ്ഥലം കണക്കാക്കൂല, നായക്ക് അനന്തര സ്വത്തില്ല, നായക്ക് രാത്രിയിൽ ഉറക്കം കുറവാണ്, യജമാനനോട് ഭക്തിയുള്ള സാധനമാണ് നായ. വലിയ ഭക്തിയായിരിക്കും. മുമ്പ് ജർമ്മനി എന്ന സ്ഥലത്ത്, ഇപ്പോഴൊന്നുമല്ല ഒരുപാട് മുമ്പ്, ഞാൻ അത് വായിച്ചിട്ട് ഏകദേശം ഒരു 11 കൊല്ലം കഴിഞ്ഞിട്ടുണ്ടാവും. ജർമ്മനിയില് പട്ടികളെ ആരാധിക്കുന്ന ഒരു വിഭാഗം ഉണ്ടായിരുന്നു. ഒരാൾ അദ്ദേഹത്തിന്റെ വീട്ടിലുള്ള പട്ടിയെ അടിച്ചപ്പോ തല പൊട്ടി മുറിയായി. അപ്പൊ പട്ടി ആരാധകന്മാര് കോടതിയിൽ പോയിട്ട് പരാതി കൊടുത്തു. ആൾക്കെതിരെ കേസ് വന്നു. പട്ടിയുടെ തലക്കുള്ള മുറി ഇത്തിരി കൂടുതലായതുകൊണ്ട് ജഡ്ജിയും പട്ടി ആരാധകനായ കാരണത്താൽ ഈ തല്ലിക്കൊല്ലാൻ ശ്രമിച്ച ആളെ തൂക്കിക്കൊല്ലണമെന്നായി. അപ്പൊ യജമാനനെ തൂക്കിക്കൊല്ലണമെന്ന് വിധിച്ചു. ആ സമയത്ത് ദിവസമൊക്കെ നിശ്ചയിച്ചു കൊല്ലിനെ കാണാൻ വേണ്ടി പട്ടി ആരാധകരായ 10,000-കണക്കിന് ആളുകൾ വന്നു. യജമാനൻ വന്നു, കൂട്ടത്തിൽ പട്ടിയും വന്നു. തൂക്കിക്കൊല്ലപ്പെടുന്നതിന് മുമ്പ് ഈ പുള്ളി ജഡ്ജിയോട് വെച്ചു, ജഡ്ജി സാർ, ഞാൻ ഈ പട്ടിയെ തല്ലിയ കാരണത്താൽ നിങ്ങൾ എന്നെ തൂക്കിക്കൊല്ലണ്. അതെ. അതിന് പട്ടിക്ക് ഞാൻ അടിച്ചത് പരാതി ഉണ്ടോ നിങ്ങൾ ചോദിക്കണല്ലേ ശരി. അത് ചോദിക്കാതെ നിങ്ങൾ നേരെ കൊല്ലണത് ശരിയല്ലല്ലോ. ഞാൻ അടിച്ചത് പട്ടിക്കാണ്, എന്റെ അടി കിട്ടിയത് പട്ടിക്കാണ്. ആ പട്ടിക്ക് ഇതിൽ പരാതി നിങ്ങൾ തൂക്കിക്കൊന്നോ? പട്ടിക്ക് പരാതിയില്ലേ, പിന്നെ നിങ്ങൾ എന്തിനാ കൊല്ലണം വെച്ചു. അപ്പൊ ഇയാൾക്ക് തോന്നി അതൊരു ന്യായമാണ്. അപ്പൊ ഇയാള് പട്ടിയായിട്ടൊക്കെ ഇങ്ങനെ ഏതെങ്കിലും രൂപത്തിലൊക്കെ ആശയവിനിമയം നടത്താൻ പറ്റണ ലോകം കാലാണല്ലോ ഇപ്പോ, ബുദ്ധിയില്ലെങ്കിലും. അപ്പോ ഇയാളിങ്ങനെ പട്ടിയോട് ഏതെങ്കിലും രൂപത്തിൽ ഇത് അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ശ്രമിക്കുന്നതിനിടയിൽ പട്ടി ഇങ്ങനെ നോക്കുമ്പോ 10,000-കണക്കിന് ആളുകൾ, ഇയാൾക്ക് ഭക്ഷണം കൊടുത്ത് പോറ്റുന്ന യജമാനൻ നിസ്സഹായ അവസ്ഥയിൽ നിൽക്കുന്നുണ്ട്. ആ പട്ടിക്ക് അതിന് മനസ്സിലായി യജമാനൻ എന്തോ ഒരു കുടുക്കിലാണ്. പട്ടി നേരെ കാലിന്റെ അവിടുന്ന് യജമാന്റെ കാൽമുട്ടുമൊക്കെ കൂടി ഇങ്ങനെ കയറി തോളിലിരുന്ന് ഈ കവളത്ത് 2-3 മുത്തം കൊടുത്ത് പട്ടി ഇങ്ങനെ കരഞ്ഞു. അതിൽ കണ്ടുക്കണവരൊക്കെ കരഞ്ഞു. അയാളെ തൂക്കിക്കൊല്ലാണ്ടെന്നാ വിധിച്ചു. യജമാനനോട് ഇത്ര ഭക്തിയാണ്. ഈ തെക്കൻ ഭാഗത്തൊരു സ്ഥലത്ത് ഒരിക്കൽ നിൽക്കുമ്പോ പട്ടിന്റെ ഒരു ചിത്രമുണ്ട്, ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്. ആ പട്ടിന്റെ പേരിലാണ് ആ ബസ് സ്റ്റോപ്പ്. അപ്പൊ ഞാൻ ചോദിച്ചത് എന്താന്ന് ചോദിച്ചു. അപ്പൊ അവിടുന്ന് പറഞ്ഞു, ഇത് ഈ നാട്ടിൽ അറിയപ്പെട്ട ഒരു പട്ടിയാണ്. അതിന്റെ അവസ്ഥ എന്താ വെച്ചാൽ, ഈ യജമാനൻ പുഴയ്ക്ക് കുളിക്കാൻ പോകുന്ന സമയത്തൊക്കെ പട്ടിയും പോകും. ഒരിക്കൽ ഇയാള് കുളിക്കാൻ ഇറങ്ങുമ്പോ പട്ടി തീരെ ഇറങ്ങാൻ സമയങ്ങളില്ല. അവിടെ പോയിട്ട് തടുക്കുക, ഇവിടുന്ന് വാലിയിട്ട് ഇങ്ങോട്ട് തട്ടുക. എന്നിട്ട് ഇയാള് ചാടാൻ നിൽക്കുമ്പോൾ പട്ടി കുരച്ചിട്ട് ഇയാളെ കണ്ട് മാറ്റുക. അവസാനം ഈ ചാടുന്ന ഉറപ്പായപ്പോ പട്ടി നേരെ എടുത്താണ്ട് ചാടി. നോക്കുമ്പോ അതിന്റെ അടിയിൽ ചീങ്കണ്ണിയുണ്ട്. അത് ഈ പട്ടിയെ കടിച്ച് കൊണ്ടുപോയി തിന്നും ചെയ്ത്. അപ്പൊ എന്റെ യജമാനപ്പ ഇറങ്ങിയാല് ഇതിന്റെ അടിയിൽ കിടക്കണ ഈ കറുത്ത സാധനത്തിന് യജമാനൻ കണ്ടിട്ടില്ല. യജമാനനെ കടിച്ചിട്ട് നശിപ്പിക്കും എന്ന് തിരിച്ചറിഞ്ഞിട്ട് ഞാൻ ചത്താലും വേണ്ടിയില്ല, യജമാനെ കേടുപാടുണ്ടായിരുന്നു വെച്ചിട്ട് പട്ടി ജീവൻ പണയം വെച്ചുകൊണ്ട് എടുത്ത് ചാടി. ഇതാണ് പട്ടി. പട്ടി വലിയ ശുക്രുള്ള, ഭക്തിയുള്ള, യജമാന ഭക്തിയുള്ള മൃഗമാണ്. അപ്പൊ അത് മനുഷ്യൻ, മുഅ്മിനായ മനുഷ്യൻ അതിൽ നിന്ന് ചേർത്തി
അള്ളാഹുവിനോട് അങ്ങേയറ്റം അള്ളാഹു എത്ര പരീക്ഷിച്ചാലും, എത്ര പട്ടിണി കിട്ടാലും, എത്ര രോഗത്തിൽ കടത്തിയാലും, എത്ര വേദനകൾ തന്നാലും, എത്ര ശത്രുക്കൾ ഉണ്ടാക്കിയാലും, എത്ര പ്രയാസങ്ങൾ ഏൽപ്പിച്ചാലും അള്ളാഹുവിനെ വെറുക്കാതെ, അള്ളാഹുവിനോടുള്ള ബന്ധം അകലാതെ, അള്ളാഹുവിനോടുള്ള സംശയമില്ലാതെ, കണ്ടോ, എല്ലാ അർത്ഥത്തിലും ലോകത്തെ ഏറ്റവും വലിയ കഠോരമായ പ്രയാസ പരീക്ഷണങ്ങൾക്ക് വിധേയനായ ആളാണ് മുത്തു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ടും എപ്പോഴും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞിരുന്നത്. മുസാഫിന്റെ തുടക്കം അതാണ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ആരാണ് ഈ മുസാഫ് സമ്മാനിച്ചത്? ലോകത്തെ ഏറ്റവും പരീക്ഷണം നേരിട്ട ആള്. എന്നിട്ട് അതിന്റെ ആരംഭത്തിലുള്ള എന്താണ്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അള്ളാഹുവിനെ റഹ്മാൻ എന്ന് പറയുന്നത്. അതിന് ശേഷമുള്ള എന്താണ്? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നുള്ളത്. അതിന് ശേഷമുള്ള എന്താണ്? അർ-റഹ്മാനിർ റഹീം എന്നുള്ളത്. ഒരൊറ്റ സ്ഥലത്തും പരീക്ഷിക്കുന്ന അല്ല, പിടിച്ചു കുലുക്കുന്ന അല്ല, നേരിടുന്ന അല്ല, ഇങ്ങനെയല്ല. ലാസ്റ്റ് അള്ളാഹിന്റെ ഒരു ഒളവ് പറഞ്ഞിട്ടുണ്ട്, അതിൽ വീഴാതിരിക്കാൻ വേണ്ടി എന്ന് മാത്രം. അപ്പൊ ഏത് പരീക്ഷണത്തിൽ വന്നാലും അള്ളാഹുവിന്റെ സ്നേഹം അതിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയണം. അയ്യൂബ് അലൈഹിസ്സലാം ശരീരമാസകലം രോഗം കൊടുത്ത് അള്ളാഹു പരീക്ഷിച്ച് മുന്നോട്ട് പോകാൻ കഴിയാത്ത ദുരവസ്ഥയിൽ അകപ്പെട്ടുകൊണ്ട് പരീക്ഷണത്തിന്റെ തീഷ്ണമായ ചാട്ടുളി തീച്ചൂളയിൽപ്പെട്ടപ്പോഴും അള്ളാഹിനോട് പറഞ്ഞത് കത് മസ്സനിയല്ലുറു, പ്രശ്നം എനിക്കുണ്ട്, വഅൻത അർഹമുർ റഹീമീൻ, പക്ഷെ നീ ഏറ്റവും വലിയ ഔദാര്യവാനാണ് എന്നാണ്. പരീക്ഷണത്തിന്റെ അങ്ങേയറ്റത്തിൽ കഠോരമായി പ്രയാസപ്പെടുന്ന അയ്യൂബ് അലൈഹിസ്സലാം ആ സമയത്ത് അള്ളാഹിനോട് പറഞ്ഞത് നീ വലിയ കാരുണ്യവാനാണ്, ഇത്തിരി പരീക്ഷണം എനിക്കുണ്ട് എന്നാണ്. ഇതാണ് നായയുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ, എത്ര വലിയ പരീക്ഷണം യജമാനിൽ നിന്ന് ഏൽക്കേണ്ടി വന്നാലും യജമാനനെ ഒഴിവാക്കി പോകുക എന്നത് നായക്ക് പറ്റൂല എന്നതുപോലെയായിരിക്കണം വിശ്വാസി. പരീക്ഷണത്തിന്റെ അകത്തളത്തിൽ പാറക്കെട്ടുകൾക്കിടയിൽ നിറങ്ങിയാലും അവന്റെ ഹൃദയം എപ്പോഴും സ്പന്ദിക്കേണ്ടത് അല്ലാഹ് അൽഹംദുലില്ലാ എന്നായിരിക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ബാക്കി നാളത്തെ ആയത്ത് ഇൻഷാ അല്ലാഹ് 18 എന്റെ ഓർമ്മ, അത് നാളെ പറയും ഇൻഷാ അല്ലാഹ്. ഇന്ന് കൽബുഹും ബാസത്ത് നിറാഹിബിൽ വസീദ് എന്നൊരു വാക്ക് എന്തുകൊണ്ട് ഖുർആനിൽ വന്നു എന്നതിന്റെ ഒരു വിശദാംശം നായിൽ നിന്ന് പഠിക്കാനുള്ളത് മഹാന്മാർ ഈ ആയത്തിന്റെ തഫ്സീറിന്റെ താഴെ എഴുതിയതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം. അള്ളാഹു കബൂലാക്കട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. നമ്മൾ അംസാഖാന്റെ മരിച്ചിട്ട് 40ാമത്തെ ദിവസമാണ്. അവരെ വീട്ടിൽ നിന്ന് ചായം ചെയ്യുന്നൊക്കെ കിടന്നിട്ടുണ്ട്. അള്ളാഹു താല അദ്ദേഹത്തിന്റെ ഖബർ സന്തോഷമായി കൊടുക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കാഴ്ചയിൽ ഇടുങ്ങിയതാണ്, ഇരുട്ടാണെങ്കിലും അള്ളാഹു അത് പ്രകാശമാക്കി കൊടുക്കട്ടെ, പ്രവിശാലമാക്കി കൊടുക്കട്ടെ. എന്തെങ്കിലും കുഴപ്പങ്ങൾ അവരുടെ ജീവിതത്തിൽ കാരണത്താൽ അള്ളാഹുവിന്റെ അധികാരം കൊണ്ട് അവരുടെ ഖബറിൽ ശിക്ഷ നേരിടുന്നുവെങ്കിൽ അള്ളാഹു താല അത് ഒഴിവാക്കി കൊടുക്കട്ടെ. അവർക്ക് മാത്രമല്ല, നമ്മളെ മാതാപിതാക്കൾ, ഈ പള്ളിയുടെ ചുറ്റുഭാഗത്തുള്ള എല്ലാ മുഅ്മിനീങ്ങളും മുഅ്മിനാത്തിനൊക്കെ അല്ലാഹു തആല അവരുടെ സിയാത്തൊക്കെ ഹസനാത്താക്കി തബ്ദീൽ ചെയ്ത് അവരുടെ ഖബർ സന്തോഷമായി കൊടുക്കട്ടെ, സുഗന്ധമാക്കി കൊടുക്കട്ടെ, അനുഗ്രഹത്തിന്റെ ആരംഭമാക്കി കൊടുക്കണേ അല്ലാഹുവേ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. പടച്ചവനെ പറഞ്ഞോ കേട്ടോ നീ കബൂലാക്കണേ അല്ലാഹ്. അള്ളാഹുവെ ജീവിത വഴിധാരയിലുള്ള പ്രകാശത്തിന് കാരണമാക്കി തരണേ അല്ലാഹ്. ഈമാൻ നിറച്ച് നൽകണേ, മാരിഫത്ത് നൽകണേ അല്ലാഹ്, സലാമത്ത് നൽകണേ അല്ലാഹ്, രോഗങ്ങൾ മാറ്റി തരണേ അല്ലാഹ്, പ്രയാസങ്ങൾ നീക്കി തരണേ അല്ലാഹ്, കടങ്ങളൊക്കെ വീട്ടി തരണേ അല്ലാഹ്, തളർന്നു കിടക്കുന്ന ആളുകളെ എഴുന്നേൽപ്പിക്കണേ അല്ലാഹ്. അള്ളാഹുവെ നീ കഠിനമായ പരീക്ഷണങ്ങൾ കൊണ്ട് ഞങ്ങളെ ഈമാൻ പരിശോധിക്കല്ല അല്ലാഹ്. നിന്റെ പരീക്ഷണം ഏൽക്കാൻ കഴിവുള്ള ആളുകളല്ല പാവങ്ങളായ ഈ ആഖിറത്മാൽ ജീവിക്കുന്ന ബലഹീനരായ ഞങ്ങളുടെ ഈമാൻ വളർത്തി ഉയർത്തി വലുതാക്കി ദൃഢരൂഢമൂലമാക്കി മൂർച്ചയാക്കി കൊണ്ടുവരണേ അല്ലാഹ്. ഞങ്ങളെ കൽബ് നീ ശുദ്ധിയാക്കി തരണേ അല്ലാഹ്. ആന്തരിക മാലിന്യങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കണേ അല്ലാഹ്. ബാഹ്യമായ രോഗാണുക്കളിൽ നിന്ന് കാത്തുരക്ഷിക്കണേ അല്ലാഹ്. സാസിൽ കച്ചവടക്കാരുണ്ട്, ഹൈറും ബർക്കത്തും നൽകണേ അല്ലാഹ്. പ്രവാസികളുണ്ട്, ഹൈറും ബർക്കത്തും നൽകണേ അല്ലാഹ്. അധ്വാനിക്കുന്ന കൂലിപ്പണിക്കാരുണ്ട്, ഹൈറും ബർക്കത്തും നൽകണേ അല്ലാഹ്. അള്ളാഹുവെ ഡ്രൈവർമാരുണ്ട്, പ്രത്യേകിച്ച് മഴക്കാലമാണ്, സ്ലിപ്പാകുന്ന സമയമാണ്. എല്ലാ അപകടങ്ങളിൽ നിന്നും അപകട മരണങ്ങളിൽ നിന്നും അവരെയും ഞങ്ങളെയും കാത്തുരക്ഷിക്കണേ അല്ലാഹ്. അള്ളാഹു ഈ സദസ്സിൽ ഏതെല്ലാം ആളുകൾ എന്തിനൊക്കെ വേണ്ടി ചികിത്സ നേരിടുന്നുണ്ടോ, മരുന്ന് കുടിക്കുന്നുണ്ടോ, കുടിപ്പിക്കുന്നുണ്ടോ, അതൊക്കെ നീ ഫലപ്രദമാക്കണേ അല്ലാഹ്. മരുന്നില്ലാത്ത ജീവിതം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ അല്ലാഹ്. അല്ലാഹുമ്മ അൻസുർ ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദ് വറഹം ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദ്, തജാവസ് അൻ ഉമ്മത്തി സയ്യിദിനാ മുഹമ്മദ്.
اجعلنا من خيار أمته ومن محبيه واغفر لنا ولوالدينا ولأساتذتنا ولأزواجنا ولذرياتنا ولمن ماتوا منا لمن دفنوا حوالينا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين صلى الله تعالى وسلم على خير القيسين محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين الحمد لله رب العالمين. അവരെ ചായം ചെയ്യുന്നുണ്ട്. പിടിച്ചിട്ട് പോകണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.